എങ്ങനെയായിരുന്നു പരിചയപ്പെട്ടത്? ഈ ഫുട്ബോൾ കളിയിലൊക്കെ നമ്മൾ പറയുന്നത് നമുക്ക് അറിയാം എന്നുള്ളതേ ഉള്ളൂ, അതൊരു പരിചയമാവണം, സൗഹൃദമാവണം, അതൊക്കെ ഒരു വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടെ ഈ സെബസ്ത്യാനോസ് പുണ്യവാളന്റെ കഴുന്ന് എന്ന് പറയുന്ന പെരുന്നാളിനോടനുബന്ധിച്ച് അവസാന ദിവസം നാടകങ്ങളും മിമിക്രി അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെല്ലാ വർഷവും ഞങ്ങളും നാടകം കളിക്കും, അവരും വന്നിട്ട് നാടകം കളിക്കും. അതിനകത്തും ഉണ്ടായിരുന്നു ഈ മത്സരം. അങ്ങനെ ഒരു തവണ ഞങ്ങൾ നാടകം കളിച്ചപ്പോ ഈ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടൊന്നുമല്ല, ഏകദേശമൊക്കെ പഠിച്ചിട്ട് പിന്നെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കലാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. സ്ക്രിപ്റ്റ് അവിടെ സൈഡിലുണ്ടാവും. അപ്പൊ ഞങ്ങൾ അന്ന് കളിച്ച നാടകത്തിന്റെ ഞങ്ങൾ ഡയലോഗൊന്നും അത്ര കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല, 2 ദിവസത്തെ തയ്യാറെടുപ്പൊക്കെ ഉണ്ടാവുള്ളൂ. രമണന്റെ മരണം എന്ന് പറയുന്ന ടിപ് ടോപ്പ് അസീസിന്റെ ഒരു നാടകമായിരുന്നു ഞങ്ങൾ അവതരിപ്പിച്ചത്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് മോഷ്ടിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഈ നാടകം തുടങ്ങിയ സമയത്താണ്. അത് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും വെപ്രാളത്തിലായിരിക്കും. അപ്പൊ സ്ക്രിപ്റ്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് ഇവരുടെ ഗ്രൂപ്പിലെ ആളുകൾ വന്ന് അടിച്ചു മാറ്റി. അപ്പൊ ഡയലോഗ് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണില്ല. പിന്നെ എങ്ങനെയൊക്കെ നാടകം കളിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയാം വേണമെങ്കിൽ. അതൊരു വലിയൊരു ക്ഷീണവും വൈരാഗ്യമായിട്ട് കിടക്കുകയായിരുന്നു.